Good morning, dear students. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ ഗ്രീൻസ് തിയറവും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആപ്ലിക്കേഷനും ഒപ്പം സർഫസ് ഇൻ്റഗ്രൽസിൽ നിന്ന് ഫ്ലക്സ് എന്ന് പറയുന്ന സർഫസ് ഇൻ്റഗ്രൽസിൻ്റെ ഒരു ആപ്ലിക്കേഷനെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് മൊഡ്യൂൾ 4ൻ്റെ അകത്തെ ലാസ്റ്റ് സെക്ഷനാണ്. രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് റിസൾട്ടുകളും നമ്മൾ ഗ്രീൻസ് തിയറം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളെ വേറൊരു ഫോമിലേക്ക് റീഫോമുലേറ്റ് ചെയ്യുന്ന റിസൾട്ടുകളാണ്. അതാണ് ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും. അപ്പോൾ ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും ഡീൽ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്യും. ഓൾറെഡി നമ്മൾ വർക്ക് ഡണ്ണിനെ ഡബിൾ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന റിസൾട്ടാണ് ഗ്രീൻസ് തിയറം. എന്നാൽ നമ്മൾ അതിനുശേഷം പഠിച്ച ഫിസിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫ്ലക്സ്. ഡൈവേർജൻസ് തിയറം ഫ്ലക്സിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. ഡൈവേർജൻസ് തിയറത്തിൻ്റെ എക്സാക്ട് ഫോർമുലേഷൻ ഇതാണ്. എസ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ വോളിയം വി. അതിൻ്റെ അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ് ക്യാപിറ്റൽ എഫ്, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ plus g of x y z j plus h of x y z k, and each of the components of this vector field has continuous partial derivatives on the region containing v. Then the flux, that is double integral or surface integral over s f dot and ds, is equal to triple integral over v dou f by dou x plus dou g by dou y plus dou h by dou z dv. That is del dot f ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ടൈംസ് ടി വി, വേർ ദ നോർമൽ വെക്ടർ ഈസ് ദ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഡൈവേർജൻസ് തിയറത്തിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു വെക്ടർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ് ഡി വിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് എഫ് ഡി വി ആണെന്നുള്ളതാണ് ഡൈവേർജൻസ് തിയറം പറയുന്നത്. ഇതും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റഗ്രലാണ്. ഒന്നൊരു 3D സർഫസിൻ്റെ അകത്ത് ചെയ്യുന്ന ഇൻ്റഗ്രലാണ്. ഇത് സർഫസിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട സർഫസ് ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിനെ സർഫസ് ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലാസിക്കൽ റിസൾട്ടാണ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ ഡൈവേർജൻസ് തിയറത്തിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്ന്, ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യണം. സോ വിച്ച് മീൻസ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സർഫസ് ഇൻ്റഗ്രലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസും കണ്ടെത്തണം, രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. അവിടെ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചില കേസുകളിൽ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നതാണ് ഫാർ ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഡെൽ ഡോട്ട് എഫ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് ഫ്ലക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ രണ്ട് പ്രോബ്ലംസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് നമ്മൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു പ്രോബ്ലംസ്. First problem, verify divergence theorem for the vector field f is equal to xi plus yj plus zk over the unit cube 0 less than or equal to x, y, z less than or equal to 1. സോ നമുക്കിവിടെ ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യണം. ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യണം എന്ന് വെച്ചാൽ സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസും ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വിയും കണ്ടുപിടിക്കണം, രണ്ട് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യണം. ഇവിടുത്തെ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ക്യൂബാണ്. 0 മുതൽ 1 ലെങ്ത് ഉള്ള ഒരു ക്യൂബാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ 3 സൈഡിൻ്റെ ലെങ്ത് 1 ആണ്. സോ ഇതാണ് നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്യൂബ്. ഇതിൻ്റെ അകത്ത് ക്യൂബിൻ്റെ അകത്ത് നമ്മൾ 6 സർഫസുകൾ, കാരണം നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ 6 സർഫസുകൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ് ആക്സിസ് ആണ് ഇത്, വൈ ആക്സിസ് ആണ് ഇത്, ഇസഡ് ആക്സിസ് ആണ് മുകളിലത്തെ. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള സർഫസ് ആണ് ഈ മുകളിലത്തെ ഈ ഫേസ്. ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസ് ഏരിയയാണ് ഈ താഴത്തെ ഫേസ്. അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസ് ആണ് ഈ റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ ഓക്കെ, ഈ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള സർഫസ് ആണ് ഇത് ഈ ഫേസ്. ഇനി y ഈസ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസ് ആണ് ഈ ഫേസ്.
y ഈസ് ഈക്വൽ ടു 1 എന്നുള്ള സർഫസ് ആണ് ഈ ഫേസ്. ഇങ്ങനെ 6 ഫേസുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഈ 6 ഫേസിന്റെ അകത്തെയും സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് സം ചെയ്യുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഡൈവേർജൻസ് തിയറത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം നോക്കാം. ഇവിടെ എഫ് എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ എഫ് എക്സ്, സ്മോൾ ലെറ്റർ ജി വൈ, സ്മോൾ ലെറ്റർ എച്ച് ഇസഡ് ആണ്. ഇനി ഡെൽ ഡോട്ട് എഫ് ആദ്യം കണ്ടുപിടിക്കാം. ഡെൽ ഡോട്ട് എഫ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. ഇവിടെ എഫ് എക്സും ജി വൈയും എച്ച് ഇസഡും ആയതുകൊണ്ട് ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് വിച്ച് ഈസ് 1 പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ ഡോട്ട് എഫ് ഡി വി ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് 3 ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി 3 ഡി വി എന്ന് കിട്ടും. ഇവിടെ സർഫസ് എന്ന് പറയുന്നത് ക്യൂബ് ആണ്. സോ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെ റേഞ്ച് എന്ന് വെച്ചാൽ 0 തൊട്ട് 1 വരെയാണ്. കാരണം ലെങ്ത് 1 ആണ് തന്നിട്ടുണ്ട്. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ 3 ഡി വി എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി വി എന്ന് കിട്ടും. ഇതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ വോളിയമാണ്. ഇവിടെ ക്യൂബിന്റെ വോളിയം, ക്യൂബിന്റെ സൈഡ്സിന്റെ ലെങ്ത് 1 ആയതുകൊണ്ട് വോളിയം എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. സോ വിച്ച് ഈസ് 1. സോ ടോട്ടൽ ആൻസർ ഈസ് 3 ഇൻറ്റു 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ട്രിപ്പിൾ ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഓരോ സർഫസിലുമുള്ള നമുക്ക് സർഫസ് ഇന്റഗ്രൽസ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എക്സ് ഇ സിക്ക്, നമുക്ക് 6 സർഫസുകളാണുള്ളത്. എക്സ് ഇ സിക്കൽ ടു 1 എന്നുള്ള ഒരു ഫേസ്, എക്സ് ഇ സിക്കൽ ടു 0 എന്നുള്ളൊരു ഫേസ്, വൈ സിക്കൽ ടു 0 എന്നുള്ളൊരു ഫേസ്, വൈ സിക്കൽ ടു 1 എന്നുള്ള ഫേസ്, ഇസഡ് സിക്കൽ ടു 0 എന്നുള്ള ഫേസ്, ഇസഡ് സിക്കൽ ടു 1 എന്നുള്ള ഫേസ്. ഈ 6 ഫേസുകളാണുള്ളത്. ഈ 6 ഫേസുകളിൽ നമ്മൾ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ഈ 6 ഫേസിൽ എഫ് ഡോട്ട് എൻ കണ്ടുപിടിക്കണം. ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ആദ്യം നമ്മൾ എക്സ് ഇ സിക്കൽ ടു 1 എന്നുള്ള സർഫസ് കണ്ടുപിടിക്കുന്നു. എക്സ് ഇ സിക്കൽ ടു 1 എന്ന് വെച്ചാൽ ഈ ഫേസ് ആണ്. ഓക്കെ, ഈ ഫേസിന്റെ അകത്ത് നോക്കുക, നമ്മൾ ഈ ഫേസിന്റെ അകത്ത് ഇതൊരു വൈ ഇസഡ് പ്ലെയിൻ്റെ അകത്തുള്ളൊരു ഫേസ് ആണ്. എക്സ് ഫിക്സഡ് ആണ്, വൈയും ഇസഡും ആണ് ഇവിടെ കൂടെ വേരി ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട്വേർഡ് നോർമൽ ആണ്, അതായത് നമ്മുടെ ഫേസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന നോർമൽ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാകും ഇത് വൈ ഇസഡ് ഫേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ്. അതിന്റെ കമ്പോണന്റ് ഐ ആണ്, കാരണം യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിന്റെ കമ്പോണന്റ് ഐ ആണ്. ഔട്ട്വേർഡ് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിന്റെ കമ്പോണന്റ് ഐ ആണ്. സോ വിച്ച് മീൻസ് ഇവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വെച്ചാൽ ഐ ആണ്. ഇനി എക്സ് ഈസിക്കൽ ടു 0 പരിഗണിച്ചു കഴിഞ്ഞാൽ എക്സ് ഈസിക്കൽ ടു 0 എന്ന് വെച്ചാൽ ഈ ഫേസ് ആണ്. അവിടെയും അതിന്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എക്സ് ആക്സിന് പാരലായിട്ടുള്ള വെക്ടർ ആണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഈ സൈഡ് അല്ല, വെളിയിലേക്ക് അപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അതാണ് ഇതിന്റെ ഈ വെക്ടർ കാണിച്ചിരിക്കുന്നത്, ഈ വെക്ടർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ വെക്ടർ ഐ ആണെങ്കിൽ എക്സ് ഈസിക്കൽ 0യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലിന്റെ വെക്ടർ മൈനസ് ആയി, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഔട്ട്വേർഡ് നോർമൽ ആണ് പരിഗണിക്കുന്നത്. നമ്മൾ ഈ ഫേസുമായിട്ട് പെർപെൻഡിക്കുലർ ആയ വെക്ടർ ആണ് നോർമൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് ആക്സിന്റെ പാരലാണ്, എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ വെക്ടർ ഐ ആണ്. ഇവിടെ എക്സ് ആക്സിന് പാരലായിട്ടുള്ള വെക്ടർ ആണ്, പക്ഷെ ഔട്ട്വേർഡ് പരിഗണിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ 0 ആണ്. സോ ഇത് രണ്ട് കേസിലും എക്സ് ഈസിക്കൽ ടു 0യുടെ കേസിലും എക്സ് ഈസിക്കൽ ടു 1ന്റെ കേസിലും നമുക്ക് നോർമൽ വെക്ടർ കിട്ടി. അപ്പോൾ ഈ കേസിൽ നോർമൽ വെക്ടർ ഐ ആണ്. സോ എഫ് ഡോട്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കും. എഫ് എന്ന് വെച്ച് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, ഡോട്ട് ഐ എന്ന് വെച്ച് എക്സ് കിട്ടും. ഇവിടുത്തെ സർഫസ് എക്സ് ഈസിക്കൽ ടു 1 ആണ്. സോ എഫ് ഡോട്ട് എൻ ഈസിക്കൽ ടു എക്സും എക്സ് 1ഉം ആയതുകൊണ്ട് എഫ് ഡോട്ട് എൻ ഈസിക്കൽ ടു 1 എന്ന് കിട്ടും. ഇവിടുത്തെ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഡബിൾ ഇന്റഗ്രൽ, ഇവിടുത്തെ വൈയുടെയും ഇസഡിന്റെയും വേരിയേഷൻ എന്ന് വെച്ചാൽ 0 തൊട്ട് 1 വരെ തന്നെയാണ്. കാരണം ആ സർഫസ് 0 തൊട്ട് 1 വരെ നമ്മൾ ഈ ഫേസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടുത്തെ വൈയുടെ ഇസഡിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെയും എക്സ് വൈയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയുമേ പോകുന്നു. ഓക്കെ, സോ 0 to 1 0 to 1 1 dy dz എന്ന് കിട്ടും. ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ dy ഇന്റഗ്രൽ ഇസ് y. 0 to 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് 0 ഇസ് 1. സോ ഇന്റഗ്രൽ 0 to 1 1 dz എന്ന് കിട്ടും. dz ന്റെ ഇന്റഗ്രൽ ഇസ് z. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 1 മൈനസ് 0 ഈസ് 1. അപ്പം ആദ്യത്തെ ഫേസ് എക്സ് ഈസിക്കൽ ടു 1ന്റെ കേസിലുള്ള നമ്മൾ കണ്ടുപിടിച്ചു, സർഫസ് ഇന്റഗ്രൽ ഈസ് 1. ഇനി അടുത്തത് എക്സ് ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസ്. എക്സ് ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അവിടെ എൻ എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. സോ എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത്
ക്ലിയർലി മൈനസ് എക്സ് എന്ന് കിട്ടും. കാരണം എക്സ് ഡോട്ട് ഐ ഡോട്ട് മൈനസ് ഐ എന്ന് കിട്ടും. സോ മൈനസ് എക്സ് എന്ന് കിട്ടും. ബാക്കി കമ്പോണന്റ് 0. ഇവിടുത്തെ എക്സ് 0 ആയതുകൊണ്ട് എഫ് ഡോട്ട് എൻ എന്ത് കിട്ടും പറ 0. സോ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to 1 0 dy dz എന്ന് കിട്ടും. 0 ഇന്റഗ്രൽ 0 ആയതുകൊണ്ട് ആൻസർ എന്ത് കിട്ടും 0 കിട്ടും. ഓക്കെ, സോ ആ രണ്ട് ഫേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഫേസ് എന്ന് വെച്ചാൽ y ഈസിക്കൽ ടു 1 y ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നോക്കാം. y ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസും y ഈസിക്കൽ ടു 1 എന്നുള്ള ഫേസും. അപ്പോൾ y ഈസിക്കൽ ടു ഈ രണ്ട് ഫേസുകളുടെ പ്രത്യേകത, ഈ ഫേസുകളുടെ പ്രത്യേകത ഇവിടെ y കോൺസ്റ്റന്റ് ആണ്. സോ എക്സും ഇസഡും ആണ് ഇവിടുത്തെ വേരിയിങ്. അപ്പൊ ഇത് എക്സ് ഇസഡ് എന്നുള്ള പ്ലെയിൻ ആണ്. എക്സ് ഇസഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടറെ വരത്തുള്ളൂ. അപ്പൊ ഈ ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് വെച്ചാൽ അതാണ് നോർമൽ. അത് ഈ പറഞ്ഞ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടറെ വരത്തുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ j ആണ്. ഓക്കെ, കാരണം യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു y ആക്സിസ് ഈസ് j. അപ്പം എക്സ് ഇസ് y ഈസ് ഈക്വൽ ടു 1ന്റെ കേസിലുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വെച്ചാൽ j കിട്ടും. ഇനി y ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിന് പെർപെൻഡിക്കുലർ ആയ വെക്ടർ എന്ന് വെച്ചാൽ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഈ വെക്ടർ ആണ്. ഇതിന്റെ ഔട്ട്വേർഡ് നോർമൽ പരിഗണിക്കേണ്ടത് കൊണ്ട് ഇവിടെ പോകുന്ന വെക്ടർ j ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന വെക്ടർ എന്താണ് മൈനസ് j ആയിരിക്കും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം നമ്മൾ പോസിറ്റീവ് ആക്സിസുകളിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് യൂണിറ്റ് വെക്ടർ ആയിട്ട് പരിഗണിക്കുന്നത്. നെഗറ്റീവ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതുകൊണ്ട് ദിസ് ഈസ് മൈനസ് j. അപ്പം y ഈസിക്കൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ മൈനസ് j ആണ്. y ഈസിക്കൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ j ആണ്. ഓക്കെ, സോ നമുക്ക് ആ കേസ് കിട്ടി. സോ ഇവിടെ എഫ് ഡോട്ട് എൻ കണ്ടുപിടിക്കുന്നു. എഫ് ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ ഇവിടെ ജെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വൈ ഇൻറ്റു 1 ഈസ് വൈ. ഇവിടെ y 1 ആയതുകൊണ്ട് എഫ് ഡോട്ട് എൻ 1 കിട്ടും. ഫ്ലക്സ് ഇതുപോലെ തന്നെ ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to 1 dx dz ചെയ്യുന്നു. കാരണം ഇവിടെ എക്സ് ഇസഡ് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. ആ ഫേസിന്റെ അകത്ത് y കോൺസ്റ്റന്റ് ആണ്. സോ dxന്റെ ഇന്റഗ്രൽ ഈസ് എക്സ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 to 1 dz എന്ന് കിട്ടും. dz ഇന്റഗ്രൽ ഈസ് ഇസഡ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 1 എന്ന് കിട്ടും. ഇനി അടുത്തത് y ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസ്. അവിടുത്തെ നോർമൽ വെക്ടർ ഓൾറെഡി പറഞ്ഞാണ് മൈനസ് j. സോ എഫ് ഡോട്ട് എൻ ഈസ് വൈ ജെ ഡോട്ട് മൈനസ് ജെ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടും. ഇവിടെ y 0 ആയതുകൊണ്ട് എഫ് ഡോട്ട് എൻ 0 കിട്ടും. അതിന്റെ ഇന്റഗ്രലും 0 കിട്ടും. സോ y ഈസിക്കൽ ടു 0 എന്നുള്ള ഫേസിൽ ഇന്റഗ്രൽ 0 കിട്ടി. y ഈസിക്കൽ ടു 1 എന്നുള്ള ഫേസിൽ ഇന്റഗ്രൽ 1 എന്ന് കിട്ടി. ഇനി അടുത്തത് z ഈസിക്കൽ ടു 1 എന്നുള്ളതാണ് ഫേസ്. z ഈസിക്കൽ ടു 0 എന്നുള്ള മൂന്നാമത്തെ ഫേസ്. z ഈസിക്കൽ ടു 0 എന്നുള്ളത് ഈ ഫേസ് ആണ്. z ഈസിക്കൽ ടു 1 എന്നുള്ളത് ഈ ഫേസ്. ഓക്കെ, ഇതിന്റെ ഔട്ട്വേർഡ് നോർമൽ ആണ് നമുക്ക് വേണ്ടത്. z ഇവിടെ മേളിലോട്ടാണ് ഇതിന്റെ പോസിറ്റീവ് ആക്സിസ്. ഇത് z ഈസിക്കൽ ടു 1 എന്ന് പറഞ്ഞ ഫേസ് എടുക്കുമ്പോൾ, z ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞ ഫേസ് എടുക്കുമ്പോൾ ഇവിടെ എക്സും വൈയും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇസഡ് അവിടെ കോൺസ്റ്റന്റ് ആണ്. ഇതൊരു എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് വൈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് നോർമൽ വെക്ടർ. അതെന്ന് വെച്ചാൽ ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ്. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഇസഡ് ആക്സിന് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ കെ വെക്ടർ ആണ്. കാരണം കെ ആണ് ഇസഡ് ആക്സിന് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇസഡ് ഈസിക്കൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കെ എന്ന് വരും. ഇനി ഇസഡ് ഈസിക്കൽ ടു 0 എടുക്കുമ്പോൾ അവിടുത്തെ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ ആണ് വേണ്ടത്. ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ ഇസഡ് ഈസിക്കൽ ടു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന വെക്ടറിന്റെ ഓപ്പോസിറ്റ് വെക്ടർ ആണ്. സോ വിച്ച് അത് ഇസഡ് ആക്സിന് പാരലൽ ആണ്. സോ വിച്ച് മീൻസ് അതിന്റെ വെക്ടർ എന്ന് വെച്ചാൽ മൈനസ് കെ ആണ്. സിമിലർലി പ്രീവിയസ് പറഞ്ഞ പോലെ തന്നെ. സോ ഇവിടുത്തെ ഇസഡ് ഈസിക്കൽ ടു 1 വെക്ടർ യൂണിറ്റ് വെക്ടർ കെ ആണ്. സോ എഫ് ഡോട്ട് എൻ ഈസിക്കൽ ടു ഇസഡ് കെ ഡോട്ട് കെ എന്ന് കിട്ടും. വിച്ച് ഈസിക്കൽ ടു എന്ത് കിട്ടും ഇസഡ് എന്ന് കിട്ടും. ഇവിടെ ഇസഡ് ഈസിക്കൽ ടു എന്താണ് 1 ആണ്. സോ എഫ് ഡോട്ട് എൻ ഈസിക്കൽ ടു 1 എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 to 1 dx dy. കാരണം അവിടെ എക്സും വൈയും മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. എക്സിന്റെ വൈയുടെയും ചേഞ്ച് 0 തൊട്ട് 1 വരെയാണ്. dxന്റെ ഇന്റഗ്രൽ ഈസ് എക്സ്. 1 to 0 കൊടുക്കുമ്പോൾ 1 minus 0 is 1. ഇന്റഗ്രൽ 0 to 1 dy. ഡിയുടെ ഇന്റഗ്രൽ ഈസ് y. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇനി z ഈസിക്കൽ ടു 0 കൊടുക്കുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ മൈനസ് കെ ആണ്. എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ മൈനസ് ഇസഡ് എന്ന് വരും. ഇസഡ് 0 ആയതുകൊണ്ട് എഫ് ഡോട്ട് എൻ ഈസ് 0 എന്ന് വരും. സോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 0. അപ്പം നമുക്ക് 6 ഫേസിന്റെയും സർഫസ് കിട്ടി. എക്സ് ഈസിക്കൽ ടു 1, വൈ ഈസിക്കൽ ടു 1, ഇസഡ് ഈസിക്കൽ ടു 1 എന്നുള്ള സർഫസിന്റെ 1ഉം ബാക്കി സർഫസുകളിൽ 0 എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ
ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ നമുക്ക് സർഫസ് ഇന്റഗ്രൽ കിട്ടി 3 എന്ന് കിട്ടി. നമുക്ക് ഡെൽ ഡോട്ട് എഫ് ഡി വി എന്ന് പറഞ്ഞത് 3 എന്ന് കിട്ടി. രണ്ടും സെയിം ആണെന്ന് കിട്ടി. സോ ഡൈവേർജൻസ് തിയറം നമ്മൾ വെരിഫൈ ചെയ്തു. സോ ഇങ്ങനെയാണ് ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യേണ്ടത്. ഇവിടെ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതാണ് ഡിഫിക്കൽട്ട് പാർട്ട്. കാരണം ഓരോ സർഫസിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ടി വരും. സോ നെക്സ്റ്റ് type of problem, use divergence theorem to evaluate the flux. Double integral over the surface f dot n ds കണ്ടുപിടിക്കുക. where f is equal to x square I plus y square j plus z square k and s is the surface of the cube. ഇപ്പൊ പറഞ്ഞ ക്യൂബ് തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോമ വൈ കോമ ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡൈവേർജൻസ് തിയറം വെച്ച് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഡൈവേർജൻസ് തിയറത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ്. ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രിപ്പിൾ ഇന്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി കണ്ടെത്തിയാൽ മതി. അപ്പം നമുക്ക് ഇവിടെ എഫ് തന്നിട്ടുണ്ട്. സോ ഡെൽ ഡോട്ട് എഫ് ഡി വി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഇവിടുത്തെ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് വൈ സ്ക്വയർ, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ. So del dot f is equal to dou f by dou x plus dou g by dou y plus dou h by dou z. ഇവിടെ f is x square ആയതുകൊണ്ട് dou x square by dou x which is 2x. ഇവിടെ h y square ആയതുകൊണ്ട് dou y square by dou y is 2y. ഇവിടെ h എന്ന് പറയുന്ന z square ആയതുകൊണ്ട് dou z square by dou z is 2z. So del dot f is equal to 2x plus 2y plus 2z എന്ന് കിട്ടും. ഡൈവേർജൻസ് തിയറം അനുസരിച്ച് ട്രിപ്പിൾ ഇന്റഗ്രൽ 2x 2y 2z dv എന്ന് കിട്ടിയാൽ മതി. ഇവിടെ വി എന്ന് പറയുന്നത് ക്യൂബ് ആയതുകൊണ്ട് എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും വേരിയേഷൻ 0 തൊട്ട് 1 വരെയാണ്. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ 2x 2y 2x plus 2y plus 2z dv is equal to integral 0 to 1 integral 0 to 1 integral 0 to 1 2x plus 2y plus 2z dx dy dz എന്ന് കിട്ടും. സോ 2 ടൈംസ് എടുക്കുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ എക്സ് ഡി വി പ്ലസ് 2 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ വൈ ഡി വി 2 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇസഡ് ഡി വി എന്ന് വരും. നമുക്കിത് ഡയറക്റ്റ്ലി തന്നെ ഓരോന്നും കണ്ടുപിടിക്കാം. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ബാക്കി അതിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ സ്പ്ലിറ്റ്. കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ട് എക്സിന് പകരം ഇവിടെ വൈ വന്നു, ഇവിടെ ഇസഡ് വന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ്ലി വി ക്യാൻ കമ്പ്യൂട്ട് ദി അതർ വൺ. സോ ഇന്റഗ്രൽ 0 to 1 integral 0 to 1 integral 0 to 1 x dx dy dz ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നു. കാരണം ഇവിടെ കോൺസ്റ്റൻസ് ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡർ ചെയ്താലും ഡസന്റ് മാറ്റർ. എക്സിന്റെ ഇന്റഗ്രൽ ഈസ് എക്സ് സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 1 integral 0 to 1 1/2 dy dz എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ 1/2 ഉണ്ട്. ഇനി ഡിവൈയുടെ ഇന്റഗ്രൽ ഈസ് ആക്ച്വലി y എന്ന് കിട്ടും. ഓൾറെഡി അവിടെ 2 ഉണ്ടതുകൊണ്ട് y/2 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 മൈനസ് 0 എന്ന് കിട്ടും വിച്ച് ഈസ് 1/2. സോ ഇന്റഗ്രൽ 0 to 1 1/2 ഈസ് വീണ്ടും z/2 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ, സോ 2 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ എക്സ് ഡി വി എന്ന് പറയുന്നത് 2 into 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സിമിലർലി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇസഡ് ഡി വി എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 1 integral 0 to 1 integral 0 to 1 ആദ്യം നമ്മൾ എക്സിൽ ചെയ്യുക, അല്ലെങ്കിൽ വൈ ചെയ്യുക, ഇസഡ് ചെയ്യുക. തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ആൻസർ ബിക്കംസ് 1/2 എന്ന് കിട്ടും. 2 into 1/2 ബിക്കംസ് 1 എന്ന് കിട്ടും. ഇവിടെ ആദ്യം എക്സിലാണ് ചെയ്തത്, അതുകൊണ്ട് ഡി എക്സിന്റെ ഇന്റഗ്രൽ ഈസ് എക്സ് എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. 1 മൈനസ് 0. അടുത്തത് നമ്മൾ ഡി വൈ ചെയ്തു, വീണ്ടും ഡി വൈയുടെ ഇന്റഗ്രൽ ഈസ് വൈ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് 0 ഈസ് 1 എന്ന് കിട്ടും. ലാസ്റ്റ് നമ്മൾ ഇസഡിന്റെ ഇന്റഗ്രൽ എടുത്തു, ഇസഡ് സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ ബൈ 2 മൈനസ് 0 എന്ന് കിട്ടും വിച്ച് ഈസ് 1/2. സോ 2 into 1/2 ഈസ് 1. സിമിലർലി അടുത്തത് നമ്മൾ വൈയുടെ കേസും സിമിലർലി തന്നെ ചെയ്യുന്നു. വൈയുടെ കേസും സിമിലർലി ചെയ്യുമ്പോൾ നമുക്ക് 1/2 തന്നെ കിട്ടും. 2 into 1/2 ഈസ് 1. അപ്പോൾ 3 പാർട്ട് നമുക്ക് 1 എന്ന് തന്നെ കിട്ടി. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1 + 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം നമുക്ക് ഡീൽ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് കൂടെ ഞാൻ കണ്ടൻസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ യു മേ ചെക്ക് ദാറ്റ് പ്രോബ്ലം, അത് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഡൈവേർജൻസ് തിയറത്തിന്റെ അകത്ത് എസെൻഷ്യലി വി ആർ ഡീലിംഗ് വിത്ത് ദ തിങ് ദാറ്റ് നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ എക്സ്പ്രഷനാണ്. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, വോളിയം ഇന്റഗ്രൽസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ട്രിപ്പിൾ ഇന്റഗ്രൽ നമുക്ക് ഒരു വലിയ സർഫസിന്റെ റേഞ്ചസ് വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഡൈവേർജൻസ് ആണ് ഡെൽ ഡോട്ട് എഫ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഫാർ സുപ്പീരിയർ.
അപ്പം എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്ലക്സ് പലപ്പോഴും സർഫസ് ഇന്റഗ്രലിനെക്കാട്ടിലും എളുപ്പത്തിൽ ഡൈവേർജൻസ് തിയറം വെച്ച് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.